ഹായ്, ഹാജാസ് ക്ലാസ്സസിൻ്റെ മോർണിംഗ് ടീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ സ്വാദിഷ്ടമായൊരു ചായയോടൊപ്പം സ്വാദിഷ്ടമായ കുറേ അറിവുകൾ. മോർണിംഗ് ടീ നോക്കാം. നമുക്കൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന കണ്ടെത്തുക എന്നതാണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ആ തെറ്റായ അതിൻ്റെ അടിയിൽ അങ്ങ് വരയ്ക്കണം. ഇനി നമുക്ക് ആ ഓപ്ഷൻസ് നോക്കാം. ഏതൊക്കെ ഓപ്ഷൻസ് ആണ്? ഒന്നാമത്തത്, മജുലി ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ആസാമിൽ. മജുലി ദ്വീപ് അത് ആസാമിൽ തന്നെ, കറക്റ്റാണ്. അടുത്തത്, ലക്ഷദ്വീപിലെ ഏറ്റവും ജനസംഖ്യയുള്ള ദ്വീപാണ് ബിത്ര. ആ ആൻസർ തെറ്റാണ്. അടുത്തത്, മ്യാൻമാറിൻ്റെ ദ്വീപാണ് കോക്കോ. ആൻസർ ശരിയാണ്. സൗണ്ട് ദ്വീപ് എന്ന് പറയുന്നൊരു ദ്വീപുണ്ട്. അത് ആൻഡമാൻ ദ്വീപുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അത് ശരിയാണ്. അപ്പോൾ നമുക്ക് നോക്കൂ, ചോദ്യം എന്താണ്? താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവനയാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ ഇതിൽ തെറ്റായ പ്രസ്താവന നമുക്കറിയാം. ഏതാണ്? ലക്ഷദ്വീപിലെ ഏറ്റവും ജനസംഖ്യയുള്ള ദ്വീപാണ് ബിത്ര. ലക്ഷദ്വീപിലെ ഏറ്റവും ജനസംഖ്യയുള്ള ദ്വീപ് ബിത്ര അല്ല. അത് ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനമായ കവരത്തിയാണ്. കവരത്തിയാണ്. അപ്പോൾ ബിത്ര ഒരു ആൻസർ വരണമല്ലോ. ലക്ഷദ്വീപിലെ ഏറ്റവും ചെറിയ ദ്വീപാണ് ബിത്ര. ലക്ഷദ്വീപിലെ ഏറ്റവും ചെറിയ ദ്വീപാണ് ബിത്ര. എന്നാൽ ലക്ഷദ്വീപിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ള ദ്വീപ് ഏതെന്ന് ചോദിച്ചാൽ അത് കവരത്തിയാണ്. ക്ലിയറാണ്. അപ്പോൾ നമുക്ക് ഈ ലക്ഷദ്വീപിനെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് നോക്കാം. ലക്ഷദ്വീപ് ആക്ച്വലി ലക്ഷദ്വീപ് സ്ഥിതി ചെയ്യുന്നത് എവിടെ എന്ന് ചോദിച്ചാൽ, എവിടെയാണ് ലക്ഷദ്വീപ് സ്ഥിതി ചെയ്യുന്നത്? ഒന്ന് നോക്കി നോക്കൂ. ദാ ഇവിടെ, ഇതില് അറേബ്യൻ സീയില് ദാ ഇവിടെ കേരളത്തിന്റെ ഈ ഭാഗത്തായിട്ടാണ്. ഇത് അറബിക്കടല്, അറേബ്യൻ സീ. ഇത് ബേ ഓഫ് ബംഗാള്. ഇവിടെ ഇന്ത്യൻ ഓഷൻ. ഇതിന് മൂന്നിനും പഴയ പേരുണ്ട്. നമ്മളത് നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. പറഞ്ഞാലും ഇല്ലെങ്കിൽ ഒന്നുകൂടെ ഞാൻ പറയാൻ പോവുകയാണ് കേട്ടോ. അതായത് നമ്മുടെ അറബിക്കടലിൻ്റെ പഴയ പേര് സിന്ധു സാഗരം എന്നാണ്. സിന്ധു സാഗരം, സിന്ധു നദി വന്ന് പതിക്കുന്നത് കൊണ്ട് തന്നെ. ബേ ഓഫ് ബംഗാളിൻ്റെ പഴയ പേര് ചോള തടാകം എന്നാണ്. അതായത് ഈ ഭാഗത്തൊക്കെ പണ്ട് ചോളന്മാരുടെ രാജ്യമായിരുന്നു. അതുകൊണ്ട് ബേ ഓഫ് ബംഗാൾ, ബംഗാൾ ഉൾക്കടലിനെ എന്തെന്നറിയപ്പെടുന്നുണ്ട്? ചോള തടാകം എന്നറിയപ്പെടുന്നു. ഇവിടെ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ പഴയ പേര് രത്നാകര എന്നാണ്. രത്നാകര മോർണിംഗ് ടീയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. ചെയ്താലും ഞാൻ ഒന്നുകൂടെ പറയുകയാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ലക്ഷദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഇതാ ഈ ഭാഗത്താണ്. കേരളത്തിന് ഏതാണ്ട് അടുത്തായിട്ട്. ഏത് കടലിലാണ്? അറേബ്യൻ സീയിലാണ്, അറബിക്കടലിലാണ്. അറബിക്കടൽ. ഇനി ലക്ഷദ്വീപുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ. ആകെ എത്ര ദ്വീപുകളാണ് ലക്ഷദ്വീപിലുള്ളതെന്ന് ചോദിച്ചാൽ 36 ദ്വീപുകളാണ്. ലക്ഷദ്വീപ് എന്ന പേര് ഉണ്ടെങ്കിലും ആകെയുള്ള ദ്വീപുകളുടെ എണ്ണം 36 ദ്വീപുകളാണ് ആകെ ഈ ലക്ഷദ്വീപിൽ ഉള്ളത്. ഇതിലൊരു 11 ദ്വീപിലൊക്കെ മാത്രമേ എന്തുള്ളൂ, ഒരു 13 ദ്വീപുകളിൽ മാത്രമേ ജനവാസമുള്ളൂ. ബാക്കിയൊന്നും ജനവാസം ഇല്ലാത്ത ദ്വീപുകളാണ്. നോക്കൂ, ഈ ലക്ഷദ്വീപിൻ്റെ ആദ്യത്തെ പേര് ലക്ഷദ്വീപ് എന്നല്ല, ലക്കാദ്വീപുകൾ എന്നാണ്. ലക്ഷദ്വീപിൻ്റെ ആദ്യത്തെ പേര് ലക്കാദ്വീപുകൾ എന്നാണ്. ലക്കാദ്വീപുകൾ എന്നാണ്. ലക്കാദ്വീപുകളെയാണ് പിന്നീട് ലക്ഷദ്വീപാക്കി മാറ്റുന്നത്. ഇനി ഈ ലക്ഷദ്വീപിനെ എപ്പോഴാണ് ഒരു യൂണിയൻ ടെറിട്ടറിയാക്കി മാറ്റിയത്? ഒരു കേന്ദ്രഭരണ പ്രദേശമാക്കി മാറ്റിയത്?
1956 നവംബർ മാസം 1-ാം തീയതിയാണ്. അതായത് കേരള സംസ്ഥാനം നിലവിൽ വന്ന അതേ വർഷം, അതേ മാസം, അതേ തീയതി തന്നെയാണ് ലക്ഷദ്വീപിനെയും ഒരു കേന്ദ്രഭരണ പ്രദേശമാക്കി മാറ്റുന്നത്. ഏത് വർഷമാണ്? 1956 നവംബർ മാസം 1-ാം തീയതി ലക്ഷദ്വീപിനെ ഒരു കേന്ദ്രഭരണ പ്രദേശമായിട്ട് പ്രഖ്യാപിക്കുന്നു. അവിടെ വേറൊരു ചോദ്യം നമ്മുടെ മനസ്സിനകത്ത് വരണം. അപ്പൊ കേരളത്തിൽ ഇന്ത്യയിലാകെ എത്ര കേന്ദ്രഭരണ പ്രദേശങ്ങളുണ്ട്? ആകെ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ എണ്ണം എത്ര? 8 കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് ഇന്ത്യയിൽ ആകെ ഉള്ളത്. അത് ഏതൊക്കെ? ഒന്ന് ലിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ വടക്കുന്ന് തെക്കോട്ട് ഒന്ന് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ തെക്കുന്ന് വടക്കോട്ട്, നമുക്കിപ്പോൾ വടക്കുന്ന് തെക്കോട്ട് നോക്കാം. നോർത്ത് ടു സൗത്ത് നോക്കുകയാണെങ്കിൽ ഒന്നാമത്തത് ലഡാക്കാണ്. ഒന്നാമത്തെ കേന്ദ്രഭരണ പ്രദേശം ലഡാക്ക്. രണ്ടാമത്തെ കേന്ദ്രഭരണ പ്രദേശം ജമ്മു ആൻഡ് കാശ്മീരാണ്. ജമ്മു ആൻഡ് കാശ്മീർ. മൂന്നാമത്തെ കേന്ദ്രഭരണ പ്രദേശം നമ്മുടെ പഞ്ചാബിന്റെയും ഹരിയാനയുടെയും തലസ്ഥാനം അല്ലെ, മൂന്നാമത്തത് ചണ്ഡീഗഡ്. നാലാമത്തത് ഡൽഹി. അഞ്ചാമത്തെ കേന്ദ്രഭരണ പ്രദേശം ഡാമൻ ഡ്യൂ ആൻഡ് ദാദ്ര നഗർ ഹവേലി. ആറാമത്തത് പുതുച്ചേരി. ഏഴാമത്തത് ലക്ഷദ്വീപ്. എട്ടാമത്തത് അവസാനം ഏറ്റവും തെക്ക് കിടക്കുന്നത് ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ്. ഇങ്ങനെ 8 കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് നമ്മുടെ ഇന്ത്യയിലുള്ളത്. 28 സംസ്ഥാനങ്ങൾ, 8 കേന്ദ്രഭരണ പ്രദേശങ്ങൾ. ആ 8 കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഒന്നുകൂടെ വടക്കുന്ന് തെക്കോട്ട് ലഡാക്ക്, ജമ്മു കാശ്മീര്, ചണ്ഡീഗഡ്, ഡൽഹി, ഡാമൻ ഡ്യൂ ആൻഡ് ദാദ്ര നഗർ ഹവേലി, പുതുച്ചേരി, ലക്ഷദ്വീപ്, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ. ഇത് 8 ഒന്നാണ്. നമുക്കിതാ ഇപ്പൊ ഇവിടെ പഠിക്കേണ്ട ഏത്? ലക്ഷദ്വീപ്. ഈ ലക്ഷദ്വീപ് ആക്ച്വലി നമ്മുടെ കേരളവുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ലക്ഷദ്വീപിന്റെ ആദ്യത്തെ തലസ്ഥാനം കോഴിക്കോടായിരുന്നു. കോഴിക്കോട് നിന്നുമാണ് ലക്ഷദ്വീപ് നേരെ എവിടേക്ക് മാറ്റുന്നത്? ലക്ഷദ്വീപിന്റെ ക്യാപിറ്റൽ നേരെ എവിടേക്ക് മാറ്റുന്നത്? നമ്മുടെ ഇപ്പോഴത്തെ കവരത്തിയിലേക്ക് മാറ്റുന്നത്. അപ്പൊ ലക്ഷദ്വീപിന്റെ ആദ്യത്തെ തലസ്ഥാനം കോഴിക്കോടായിരുന്നു. കോഴിക്കോട് നിന്നും തലസ്ഥാനം എവിടേക്ക് മാറ്റി? കവരത്തിയിലേക്ക് മാറ്റും. മനസ്സിലായി കാണും. ലക്ഷദ്വീപിനെ പറ്റി കുറേ കാര്യങ്ങളൂടെ പറയാനുണ്ട്. അത് നമുക്ക് വേറൊരു ക്ലാസ്സിലാവാം. ഇനി ബാക്കി 3 ഓപ്ഷൻ കൂടെ ഉണ്ട്, അതുകൂടി എനിക്കൊന്ന് പറയണം. അപ്പൊ നോക്കാം. മാജുലി അഥവാ മജുലി ദ്വീപ് ഇന്ത്യയിലെ, ഏഷ്യയിലെ, ലോകത്തിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപാണ് മാജുലി. എന്ത് ദ്വീപാണ്? നദീജന്യ ദ്വീപ്. നദീജന്യ ദ്വീപ്, റിവറൈൻ ഐലൻഡ് എന്ന് പറയും. എന്താണ് ഒരു നദീജന്യ ദ്വീപ് എന്ന് പറഞ്ഞാൽ? ഒരു നദി ഇങ്ങനെ ഒഴുകി വരുന്നു. ഒരു സ്ഥലത്ത് വെച്ച് ഈ നദി 2 ഡയറക്ഷനിലായിട്ട് പിരിയുകയാണ്. അപ്പൊ ഇങ്ങനെ ഒഴുകി വന്ന നദി ഇവിടെ വെച്ച് 2ആയി പിരിയുന്നു. ഒരു ഭാഗം ഇങ്ങനെ പോകുന്നു, ഒരു ഭാഗം ഇങ്ങനെ പോകുന്നു. കുറെ ദൂരം അത് ഒഴുകിയിട്ട് വീണ്ടും അത് വന്ന് ഒന്നാവുന്നു. അങ്ങനെ ഇങ്ങനെ വേർപെട്ട് ഇങ്ങനെ ഒഴുകുന്ന സമയത്ത് ഇവിടെ ഒരു ഐലൻഡ് രൂപപ്പെടുകയാണ്. ഇതിന് പറയുന്ന പേരാണ് നദീജന്യ ദ്വീപ്. അപ്പോ ഇന്ത്യയിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപ്, ഏഷ്യയിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപ്, ലോകത്തിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപ്. ആൻസർ മജുലിയാണ്. അപ്പൊ അവിടെ നമുക്കൊരു സംശയമുണ്ട്. ഈ മജുലി എന്ന് പറയുന്ന നദീജന്യ ദ്വീപ് സൃഷ്ടിച്ചത് ഏത് നദി എന്നാണ്? അത് ബ്രഹ്മപുത്ര നദിയാണ്. അപ്പോ മജുലി ദ്വീപ് സൃഷ്ടിച്ചത് ബ്രഹ്മപുത്ര നദി. അവിടെ ഒരു ചോദ്യം കൂടെ കിടപ്പുണ്ട്. എന്താ ചോദ്യം? അതായത് ഈ മജുലി ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്? ആസാം. കണ്ടോ? അപ്പൊ ഇവിടെ മജുലി ബ്രഹ്മപുത്ര നദിയാണ്. അത് ഫോം ചെയ്തിരിക്കുന്നത് ആസാമിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപ്, ഏഷ്യയിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപ്, ലോകത്തിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപ്. അത്രയും വിസ്താരമാണ്. ഈ ബ്രഹ്മപുത്ര നദി 2 ഡയറക്ഷനിലോട്ട് പിരിയുന്നു. അതിന്റെ അകത്തായിട്ട്, അതിന്റെ നടുക്കായിട്ട് ഒരു ദ്വീപ്. ഈ ദ്വീപില് സ്കൂളുകള്,
പിന്നെ കോളേജ്, ആശുപത്രികൾ, ഗ്രാമങ്ങൾ ഒക്കെ ഉണ്ട്. ഒന്നാലോചിച്ച് നോക്കൂ, നല്ല രസമല്ലേ? അതുവഴി ബ്രഹ്മപുത്ര പോകുന്നു, ഇതുവഴിയും ബ്രഹ്മപുത്ര പോകുന്നു. അങ്ങനെ ഒരു ദ്വീപ്. ഇതുപോലെ കേരളത്തിലും ഒരു നദീജന്യ ദ്വീപുണ്ട്. കുഞ്ഞു കുഞ്ഞു വേറെ ദ്വീപുകളുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപ് ഏത് എന്ന് ചോദിച്ചാൽ കുറുവാ ദ്വീപാണ്. കേരളത്തിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപ് കുറുവാ ദ്വീപാണ്. അപ്പൊ കുറുവാ ദ്വീപ് സൃഷ്ടിച്ച നദിയുടെ പേര് കബനിയാണ്. കുറുവാ ദ്വീപാണ്, കബനിയാണ്. കബനി നദിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപായ കുറുവാ ദ്വീപ് സൃഷ്ടിച്ചത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ കുറുവാ ദ്വീപ് ഏത് ജില്ലയിലാണ്? കുറുവാ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലാണ്. ധാരാളം പേര് ഈ കുറുവാ ദ്വീപ് കാണുന്നതിന് വേണ്ടി പോകുന്നുണ്ട്. കബനി നദി ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോയാൽ കുറെ ഏക്കറിൽ വിസ്താരമായിട്ട് ഇങ്ങനെ ഈ നദി കബനി അതുവഴി ഒഴുകുന്നു, ഇതാ ഇതുവഴി ഒഴുകുന്നു, അല്ലെ? അപ്പൊ ഇതാണ് കുറുവാ ദ്വീപ് എന്ന് പറയുന്നത്. അപ്പോൾ മജുലി നമുക്ക് മനസ്സിലായി കാണും, അല്ലെ? ഇനി അടുത്ത് മ്യാൻമാർ. മ്യാൻമാറിന്റെ പരിധിയിലുള്ളതാണ് ഏത്? കോക്കോ എന്ന് പറയുന്ന ദ്വീപ്. ഒന്ന് ശ്രദ്ധിച്ചോളൂ. കടലിലേക്ക് ഇറങ്ങിയിരിക്കുന്ന ഇന്ത്യയുടെ ഭാഗം എത്രയാണ്? ഇന്ത്യൻ ഉപദ്വീപ് എന്ന് പറയും. അപ്പൊ ഇതാ ഇവിടെ ബേ ഓഫ് ബംഗാളിൽ തുടങ്ങി ഇങ്ങനെ വന്ന് കുറെ കുടഞ്ഞ് താഴോട്ട് ഇതാ ഇങ്ങനെയാണ് നമ്മുടെ ആൻഡമാൻ നിക്കോബാർ ഐലൻഡ് സ്ഥിതി ചെയ്യുന്നത്. ഈ ആൻഡമാൻ നിക്കോബാർ ഐലൻഡ് ഏതാണ്ട് ഈ വടക്ക് ഭാഗത്തായിട്ട്, ആൻഡമാൻ നിക്കോബാറിന്റെ വടക്ക് ഭാഗത്ത് എന്ന് പറയാം. ഇന്ത്യയുടെ ആണെങ്കിൽ വടക്ക് കിഴക്ക് ഭാഗത്ത് ഏതാണ്ട് മ്യാൻമാറിന് അടുത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു ദ്വീപാണ് ഏത്? നമ്മുടെ സൗണ്ട് ദ്വീപ് എന്ന് പറയുന്നത്. സൗണ്ട് ദ്വീപ്. എന്നാൽ ഇത് മ്യാൻമാറിന്റെ ഭാഗമാണോ എന്ന് ചോദിച്ചാൽ അല്ല, അല്ലെ? അപ്പൊ ഈ സൗണ്ട് ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലാണ്. ആൻഡമാൻ നിക്കോബാർ ഇത് രണ്ടും രണ്ട് ഘട്ടങ്ങളായിട്ടുള്ള ദ്വീപുകളാണ്. ആൻഡമാനും ഉണ്ട്, നിക്കോബാറും ഉണ്ട്. ആൻഡമാൻ കുറെ ദ്വീപുകളുണ്ട്, നിക്കോബാർ കുറെ ദ്വീപുകളുമുണ്ട്. ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതം, ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതം ചോദിച്ചാൽ ഏതാണ്? ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതം ബാരനാണ്, ആൻഡമാൻ. ഇന്ത്യയിലെ ഏക നിർജീവ അഗ്നിപർവ്വതം നർക്കോണ്ടമാണ്. അതും സ്ഥിതി ചെയ്യുന്നത് മെയിൻ ലാൻഡിൽ, ഇന്ത്യയിലല്ല. പിന്നെ എവിടെയാണ്? നമ്മുടെ ആൻഡമാനിലാണ്. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞ എന്താണ്? സൗണ്ട് ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നമ്മുടെ ആൻഡമാൻ നിക്കോബാർ ദ്വീപിലാണ്. ഇനി നമുക്ക് കോക്കോ ദ്വീപ് നോക്കാം. കോക്കോ ദ്വീപ്. ഈ കോക്കോ ദ്വീപ് എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ ഇതാണ്ട് നമ്മുടെ ആൻഡമാൻ നിക്കോബാർ ദ്വീപിന്റെ ഏറ്റവും വടക്ക് ഭാഗത്തുള്ള ഒരു ദ്വീപാണ്. ഈ ദ്വീപ് ആക്ച്വലി നമ്മുടെ ഇന്ത്യയുടെ ഭാഗമല്ല. അത് ആരുടെ ഭാഗമാണ്? അത് മ്യാൻമാറിന്റെ ഭാഗമാണ്. മ്യാൻമാറിന്റെ ഭാഗമാണ് കോക്കോ ദ്വീപ്. പക്ഷെ അത് എവിടെ സ്ഥിതി ചെയ്യുന്നു? ബംഗാൾ ഉൾക്കടലിലാണ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെ വടക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്നു. ഇനി ഈ കോക്കോ ദ്വീപിന്റെ മറ്റു പ്രത്യേകത ചോദിച്ചാൽ നമ്മുടെ ഇന്ത്യയുടെ വടക്ക് കിഴക്ക് ഭാഗത്തായിട്ടാണ് കോക്കോ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. ഞാൻ ഈ സൗണ്ട് ദ്വീപ് എന്ന് പറഞ്ഞത് തെറ്റിപ്പോയി കേട്ടോ. കോക്കോ ദ്വീപിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, കോക്കോ ദ്വീപ്. അപ്പൊ ഈ കോക്കോ ദ്വീപ് എന്ന് പറഞ്ഞാൽ മ്യാൻമാറിന്റെ ഭാഗമാണ്. ഈ ആൻഡമാൻ നിക്കോബാറിന്റെ വടക്കേ അറ്റത്ത് കിടക്കുന്നു. ഇന്ത്യയുടെ വടക്ക് കിഴക്ക് ഭാഗത്തായിട്ടാണ് കോക്കോ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളെ കുറിച്ച് നമുക്ക് കുറേ അറിയാം, അല്ലെ? 500-ലേറെ ദ്വീപുകളാണ് ഈ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്ന് പറയുന്നത്. 500-ലേറെ ദ്വീപുകളുണ്ട്. ഒരുപാട് ദ്വീപുകൾ അടങ്ങുന്നതാണ്. പക്ഷേ അതിൽ വളരെ കുറച്ച് മാത്രമേ എന്തുള്ളൂ? ജനവാസം ഉള്ളൂ എന്നുള്ളതാണ്. അപ്പോ ഇതാണ് നമ്മുടെ ഇന്നത്തെ മോർണിംഗ് ടീയില് എന്താണ് ഇതിന്റെ ആൻസർ? താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചത്. അതായത് ലക്ഷദ്വീപിലെ ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ ദ്വീപ് ഏത് എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ഏതാണ്? ജനസംഖ്യ കൂടുതലുള്ളത് കവരത്തിയാണ്. കുറഞ്ഞ ദ്വീപും ഏറ്റവും കുഞ്ഞു ദ്വീപ് എന്ന് ചോദിച്ചാലും ഏത് തന്നെയാണ്? നമ്മുടെ ബിത്രയാണ്. പക്ഷെ ജനസംഖ്യ കൂടുതലുള്ളത് കവരത്തിയാണ്. കവരത്തി എന്ന് പറയുന്നത് നമ്മുടെ ഏതിന്റെ ആസ്ഥാനമാണ്? ഈ ലക്ഷദ്വീപിന്റെ ആസ്ഥാനമാണ്. ഓക്കെ, അപ്പൊ അടുത്ത ഒരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.